and welcome to Comedy Master. Guys, നമുക്ക് ശരിക്കും വിഷമമുള്ള ഒരു കാര്യം ഉണ്ടെന്ന്. എന്താണ്? ആ സീറ്റ് ഒഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ ശ്വേത ചേച്ചി ഇല്ലോ. എന്റെ ചുമ്മയാണ് ഞാൻ ഈ മുണ്ട് കൊടുത്തോണ്ട് വന്നത്. ഇത് ഈ സംസാരം ഇവിടെ വെച്ച് നിർത്തിയാൽ അവിടെ ഒരു കസേരയെങ്കിലും കിട്ടും. ഈ സംസാരം ഇനി തുടർന്നാൽ നിങ്ങൾ റിസപ്ഷൻ കഴിഞ്ഞെടുത്ത് വെളിയിലെറിയും. ഒരു പക്ഷേ നിങ്ങൾ ആവശ്യപ്പെടണമെങ്കിൽ ഞാൻ അവിടെ നിർബന്ധിക്കുന്നില്ല, ഞങ്ങൾ നിർബന്ധിക്കുന്നില്ല. എന്നാൽ അവിടെ ഒരാള് വേണ്ടേ? അത് അവിടെ ഒരാള് വേണം. അല്ല ശരിയാണ്, ശ്വേത ചേച്ചി ഇല്ല, നോബിയൺ ഇല്ല, ശ്രീവിദ്യ ഇല്ല, നമ്മളെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റത്തില്ല. ഇല്ല താങ്ങൂല, അവിടെ ഒരാൾ വേണമല്ലോ. ഇതുവരെ കേൾക്കാത്തൊരു സൗണ്ട്. ഞാനിവിടെ എത്തി സാർ. അച്ഛക്ക് ഇവിടെ കുഴപ്പമൊന്നുമില്ല സാർ. കുട്ടി സാർ. അയ്യേ ചെക്ക് ചെയ്യാ സാർ. അസറാട്ടോ. ഇവിടെ എന്തോ സൗണ്ട് ഉണ്ടല്ലോ. എന്തോ ഉണ്ട്. അല്ല അവിടെ ഒന്നുമില്ല. എന്തോ ഉണ്ട്. കല്യാണം കഴിയാത്തൊരു മനുഷ്യനാണ്. അറിഞ്ഞിട്ട് പോയാ മതി മിസ്റ്റർ. അല്ല അത് ഉള്ളത് തന്നെ, അതൊന്നുമില്ല. എന്താണെങ്കിലും പറയൂ. അതിങ്ങനെ പബ്ലിക് വേദിയിൽ പറയാനും പറ്റുന്ന എന്താണ് ഇവിടെ? എന്തോ സാധനം ഉണ്ടോ? അല്ല ഇവിടെ അല്ലാതെ വെളിയിലും ക്യാമറ വെച്ചിട്ടുണ്ട്. നിങ്ങൾ എന്തോ എടുത്താ പറ. ബ്രേക്ക്ഫാസ്റ്റ് സമയത്ത് കഴിക്കാൻ സമയം കിട്ടാത്തോണ്ട് ഒരു ഉഴുന്നൂടെ എടുത്ത് ഞാൻ ഇവിടെ വെച്ചേക്കുന്നത്. എന്തോ ഉണ്ട്. പറ. അല്ല ഇനി ഒരു കാര്യം പറയട്ടെ, അരഞ്ഞാണോ? അരഞ്ഞാണ് ആണോ? എന്നാ ശരി, ഓക്കെ മാറിക്കോ. സർ ഞാൻ പെർഫെക്റ്റ് ആണ്. ഞാൻ ഇപ്പൊ ഫ്ലൈറ്റിൽ നിന്ന് വന്നതേ ഉള്ളൂ. അത് കുറച്ച് ഓവറാണ്. മാറിക്കോ. ഇവിടെ എന്തോ ഉണ്ട്. പൊട്ടുന്ന എന്തോ ഉണ്ട് ഇവിടെ. അല്ല ഉണ്ട്, പറയണം മിസ്റ്റർ. എന്താ ഇവിടെ? എന്റെ പൊന്നു സാറേ, ഇവിടുന്ന് പഠിക്കാൻ തന്ന സ്ക്രിപ്റ്റ് ആണ് ഇവിടെ ഇരിക്കുന്നത്. അതാ ഞാൻ പറഞ്ഞ പൊട്ടുന്ന എന്തോ ഉണ്ടെന്ന്. സർ ഇവിടെ എല്ലാം ഓക്കെ സർ. റെഡി ഫോർ എൻട്രി. കൊണ്ടുപോകുന്നാണോ? നങ്കൂരം. നങ്കൂരല്ല, കപ്പൽ. നങ്കൂരം ഇവിടുന്ന കപ്പൽ. ഗംഭീരം. ഒരു ഉഴുന്നൂടെ എടുത്ത് തന്നെയാണ് സംഘത്തെ വിളിച്ചിട്ട് വന്നേക്കുന്നത്. എന്താന്നൊന്നും മനസ്സിലാവുന്നില്ല. അതെ, നിങ്ങൾ ആരാ, എന്താ, എവിടുന്ന വരുന്ന ഒന്ന് പറഞ്ഞു തരുമോ ആരെങ്കിലും? അങ്ങനെ നമ്മൾ അത്ഭുതദ്വീപിൽ നിന്നും കേരളത്തിലെത്തിയിരിക്കുന്നു. കേരളം എത്ര സുന്ദരമായ നാടാണ്. കടൽ കൊള്ളക്കാരെ പേടിച്ചിട്ടാണ് നമ്മൾ ഈ തോക്കുമായി ഇവിടെ എത്തിയത്. ഇനി ഈ തോക്ക് ആവശ്യമില്ല. വേണം, തോക്ക് വേണം. കാരണം ഇവിടെയുള്ളവരെല്ലാവരും തോറ്റവരാണ്. അതങ്ങനെ? കാരണം സ്കൂളിൽ പഠിക്കുമ്പോ തോറ്റ് തുന്നം പാടിയിട്ടാണല്ലോ ഇവരിവിടെ വന്ന് നിൽക്കുന്നത്. ഇവിടെ വെടിപൊട്ടിച്ച് നടക്കുന്നത് ഇവനാ. ആദ്യം ഇവനെ തല പൊട്ടി ചെളി തെറിച്ചിട്ട് അവസാനം നമ്മളെല്ലാരും വേടന്റെ പരിപാടിയിൽ കിളിമാനൂർ ആൾക്കാർ നിൽക്കും പോലെ നിൽക്കും. എന്നെ വെടിവെക്കല്ലേ, എന്നെ വെടിവെക്കല്ലേ, എന്നെ വെടിവെക്കണ്ട. സംഘം ചേർന്ന് എന്നെ നരഭോജികൾക്ക് വിട്ടുകൊടുത്തേക്കാടാ. എന്നെ വെടിവെക്കരുത്. അല്ല ഒരു കാര്യം ഞാൻ പറയട്ടെ, എല്ലാവരുടെ കയ്യിലും തോക്കിരിക്കുന്നു. ആ പുള്ളി എന്തിനാ അത് വെച്ചോണ്ടിരിക്കുന്നത്? അദ്ദേഹമായിരിക്കും ഇതിന്റെ പിന്നിലെന്നോ. കൊച്ചിയല്ലേ, ആവശ്യം വരും. അതെ, ഈ ചിരിയൊക്കെ കൊള്ളാം, നിങ്ങളുടെ ഈ ഗണ്ണും കാര്യങ്ങളൊക്കെ കൊള്ളാം. പക്ഷെ നിങ്ങളുടെ പിന്നിൽ ആരാണെന്ന് ഞങ്ങൾക്ക് അറിയണം. അത് ഞാൻ പറഞ്ഞു തരാം. ഞങ്ങളുടെ പിന്നിൽ ഞങ്ങളെ നയിക്കുന്ന ഒരാളുണ്ട്. ഞങ്ങളെ ശക്തമായി നയിക്കുന്ന ധീരനായ രാജാവ്, ഗിന്നസ് വേൾഡ് റെക്കോർഡിന്റെ പടയോട്ടം നടത്തിയ ഒരേ ഒരു രാജാവ്. അതെ, ഞങ്ങളുടെ അവതാരപ്പിറവി, വാമനപുരി മഹാരാജ്യത്തിന്റെ ഗജേന്ദ്ര രാജകുമാരൻ.
ഇവിടെ ഞാൻ തന്നെ പേടിച്ചു പോയല്ലോ. ഇത്രയൊക്കെ ഗംഭീരോ? കൊള്ളാലോ പകർച്ചേട്ടാ. ഏത് മൂഡ്? അംബാനി മൂഡ്. അല്ല അണ്ടർ അതെ, ഞാൻ ഇവരോടൊന്ന് സംസാരിച്ചു. ഉണ്ടായിരിക്കാം. നമ്മുടെ ദ്വീപിൽ നിന്ന് ഇവിടെ വന്നിട്ട് എന്ത് തോന്നുന്നു? അത്ഭുതം തോന്നുന്നു. അത്ഭുതം. എനിക്ക് വലിയ അത്ഭുതമൊന്നുമില്ല, കാരണം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാറുണ്ട്. അല്ല അത് ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ നിങ്ങളുടെ ദ്വീപില് കുന്തവും വാളൊക്കെ അല്ലേ ഇപ്പൊ എന്താ ഈ തോക്ക് എന്താണ് തോക്കാക്കാൻ കാരണം? നമ്മളിപ്പോ 2025 തങ്കച്ചാ നിക്കുന്നേ. അതെ, അതൊക്കെ കുന്തവും വാളും ഒക്കെ പുരാവസ്തു ഗവേഷണത്തിന് കൊടുത്തിരിക്കുക. ഇതൊക്കെ ന്യൂജൻ അല്ലേ, ഇപ്പൊ നമ്മുടെ കയ്യിൽ ഇതൊക്കെയാണ് ഇരിക്കുന്നത്. ചേട്ടാ പുള്ളിയുടെ ഇവിടെ ഇപ്പോഴും 1947 കഴിഞ്ഞിട്ടില്ല. അല്ല പറയുന്ന ഒരു പുതുമ വേണം അല്ലേ? അല്ല പുതുമയുണ്ട്, കാരണം എന്റെ പഴയ ഫോൺ മാറ്റി ഞാൻ പുതിയ ഫോണാക്കി, പിന്നെ പഴയ കണ്ണാടി മാറ്റി പുതിയ കണ്ണാടിയാക്കി, പഴയ കോമഡി മാറ്റി പുതിയ കോമഡിയാക്കി. അത് മാത്രം തെറ്റിപ്പോയി. ഇപ്പോഴും അത് തന്നെ. ആട്ടുകുട്ടി പെറ്റ് എന്നിട്ട് ഇപ്പോഴും അതെന്നാ പാട്ട്? പേടിക്കണ്ട, ഇനിയിപ്പോ അവൻ ചീഞ്ഞ കോമഡി അടിച്ചാൽ ആ മസ്കിറ്റോ നെറ്റ് ഇല്ലേ, അത് ബാക്കി ചെറുതായിട്ട് വെച്ച് കൊടുത്താൽ മതി. വെടിവെക്കണ്ട കേട്ടോ, അത് മതി. അതാണ് അതിനുള്ള ശിക്ഷ. ശരി, അപ്പൊ എന്തായാലും പകർച്ചേട്ടാ ഈ ടീമിനെ ഞങ്ങൾക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ടോ? ഇനിയിപ്പോ വേറൊരു നാട്ടുകൂട്ടത്തിനെ നമുക്ക് വിളിക്കേണ്ട ആവശ്യവും ഇല്ല. അല്ലെ വിളിച്ചു നോക്ക്, എല്ലാം കൂടെ കേസ് വെടിവെക്കും. അല്ല ഇവരെ സ്ഥിരമാക്കാൻ പറ്റും, കാരണം ഈ പഴയ കോമഡി അടിക്കുന്നവരൊക്കെ വെടിവെച്ച് കൊല്ലാൻ വേണ്ടി. എങ്കിൽ ആദ്യം മരിക്കും, മൃത്യു തരേണ്ടി വരും ഞങ്ങള്. ഫസ്റ്റ് അണ്ണൻ വല കണക്ക് പോവും, അത് കഴിഞ്ഞ് ഞാൻ കിണറ് വല കണക്ക് പോവും. അങ്ങനെ വെടി കിട്ടും. ഞാൻ സർവൈവ് ചെയ്യും, കാരണം ഞാനൊന്നും പറയുന്നില്ലല്ലോ. അപ്പൊ പകർച്ചേട്ടാ ഇനി അങ്ങോട്ടേക്ക് ഷോ മുന്നോട്ട് കൊണ്ടുപോയാൽ മതി, വേറെ ഒരു പ്രശ്നമില്ല. പക്ഷെ അതിനുമ്മേ നമുക്ക് കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അറിയണ്ടേ? തീർച്ചയായിട്ടും ഒരു എൻട്രി പഞ്ചിന് വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഇങ്ങനെ വന്നത്. അപ്പൊ ദ്വീപിലെ ആൾക്കാരല്ലേ ഇവര്? അല്ല, ഇവര് ഇതിനകത്ത് പലരും അത്ഭുത ദ്വീപിൽ അഭിനയിച്ചിട്ടുണ്ട്, ആരൊക്കെ? പ്രത്യേകിച്ച് ലേഡി ആർട്ടിസ്റ്റുകൾ ഒഴിച്ച്. അപ്പൊ ഇനിയിപ്പോ അത്ഭുത ദ്വീപ് 2 അനൗൺസ് ചെയ്തിട്ടുണ്ട്. സാറിനോട് ചോദിക്കണം, അതെ അതെ, ഞങ്ങൾക്കൂടെ ഒരു അവസരം തരണം. വേണം വേണം വേണം. അതെ അതെ. ഞങ്ങള് പുതിയ സുന്ദരികൾ വരട്ടെ. അല്ല, അതുപോലെ ഇതിലുള്ള പലർക്കും ഇത് അതേപോലെ തന്നെ ഒന്നിച്ച് വർക്ക് ചെയ്യാൻ സാധിക്കട്ടെ. വിനയൻ സാറാണല്ലോ അതിന്റെ തെരഞ്ഞെടുക്കലൊക്കെ നടക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഓൾ ദ ബെസ്റ്റ്. അത്ഭുത ദ്വീപിൽ അഭിനയിച്ചവരില്ലോ ഈ കൂട്ടത്തില്? അത്ഭുത ദ്വീപിൽ അഭിനയിച്ചവരാണ് ഇതാ 3 പേര്. അതില് ഇവനൊക്കെ ഉണ്ടല്ലോ, ഇവൻ തീരെ കുഞ്ഞ്. 4ാം ക്ലാസ്സിൽ പഠിക്കുവേ. 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഇവൻ എന്റെ അത്ര ഉണ്ടായിരുന്നുള്ളൂ. എനിക്കറിയില്ലായിരുന്നു, എന്നെ എടുത്ത് ഇളിയ വെച്ചിരുന്ന എന്റെ ഭാര്യയായിരുന്നു. അതായത് 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ആദ്യത്തെ വിവാഹം കഴിഞ്ഞ വ്യക്തിയാണ് ആ നിൽക്കുന്നത്. എന്നിട്ട് എന്ത് പറഞ്ഞായിരുന്നു സിനിമയ്ക്ക് കൊണ്ട്? സിനിമ അഭിനയിക്കാൻ പോവാന്നുള്ള അറിയായിരുന്നു? ഇഷ്ടമായിരുന്നു അപ്പൊ ആ സമയത്ത് സിനിമ അഭിനയം കാര്യങ്ങളൊക്കെ? സിനിമ ഞാൻ ടി വി മാത്രമേ കണ്ടിട്ടുള്ളായിരുന്നു. ഇത് അഭിനയിക്കുമ്പോ ഇങ്ങനെ ഭാര്യയാണ് ഭർത്താവെന്ന് ഞാൻ അറിയുന്നില്ല. എന്നിട്ട് ശേഷം കിട്ടി താടി മീശൊന്നുമില്ലാതിരുന്നപ്പോ ഞാൻ വിചാരിച്ചു എല്ലാം കൊച്ചുകുട്ടിയായിരിക്കും എന്ന് വിചാരിച്ചു. ഒരു ചേച്ചി വന്ന് എടുത്തോണ്ട് പോയി, ബ്രേക്ക് പറഞ്ഞ് വീണ്ടും അവിടെ കൊണ്ടുപോകും ചേച്ചീനെ എടുത്തോണ്ട് പിന്നെ ലഞ്ച് സമയം എപ്പോഴാ ഞാൻ അറിയുന്നത് അതെന്റെ ഭാര്യയായിരുന്നു. എന്നിട്ട് എന്തുണ്ടായിരുന്നു ഭാര്യയെന്ന് അറിഞ്ഞപ്പോ? ഭാര്യയാണെന്ന് അറിഞ്ഞിരുന്ന എന്തായിരുന്നേനെ? ഭാര്യയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അവിടെ നിന്ന് ഇറങ്ങൂലായിരുന്നു. അത് മാത്രമല്ല, നിഖില് ഭയങ്കര സ്പോർട്സ്മാൻ, അതായത് ഫുട്ബോള്, പിന്നെന്തൊക്കെയായിരുന്നു? മിസ്റ്റർ കേരള, മിസ്റ്റർ കേരള, എല്ലാം ഉണ്ട്. എവിടെ സ്ഥലം? എവിടെയാ? എന്റെ പത്തനംതിട്ട. പത്തനംതിട്ട. ഇപ്പൊ എന്ത് ചെയ്യുവാ? ഇപ്പൊ ഞാൻ അഡ്വക്കേറ്റ് ക്ലർക്കായിട്ട് വർക്ക് ചെയ്യുക. ഏത് കോടതിയില്? കരുനാപ്പള്ളി. ഞാനും അഡ്വക്കേറ്റ് ക്ലർക്കായിരുന്നു, ജില്ലാ കോടതിയിൽ തിരുവനന്തപുരം. വേണ്ട, ഇനി കൂടുതൽ പറയണ്ട. ചിലപ്പോ കൂടുതലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാ കാര്യങ്ങളും അറിയും. പക്കുചന്റെ കൂടെ ഒരു രാജാവായിട്ടായിരുന്നു. എനിക്കറിയാം, പേര് അമ്പുട്ടി. അത് മാത്രല്ല ചേട്ടന്റെ ഫൈറ്റ് ഒക്കെ ഉണ്ട് ഇതില്. അതെ, അല്ല, അത് മാത്രല്ല, എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ടായിട്ട് നിന്ന ആൾക്കാർ ഇവരൊക്കെ തന്നെയാണ്. കാരണം നമ്മൾ എവിടെയെങ്കിലും ഒക്കെ ഒന്ന് ശകലം ഒന്ന് ചെയ്യുമ്പോ ഇവര് വന്നിട്ട് നമുക്ക് തരുന്നൊരു ഉഷാറുണ്ടല്ലോ, ചേട്ടാ കലക്കി ചേട്ടാ, അങ്ങനെ തന്നെ കുതിരപ്പുറത്തൊക്കെ പോകുമ്പോഴൊക്കെ ഇവരെല്ലാവരുടെ ഒരു വലിയൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ബൈജു എനിക്ക് വന്ന പാരാ ഒളിമ്പിക്സിൽ ഇന്റർനാഷണൽ ബാഡ്മിന്റൺ പ്ലെയർ ആണ്, അമേരിക്കയിൽ 2013 പങ്കെടുത്തിട്ടുണ്ട് ഡോർഫ് ഒളിമ്പിക്സിൽ. പിന്നെ നാഷണൽ ബാഡ്മിന്റൺ പ്ലെയർ, ക്രിക്കറ്റ്, ഫുട്ബോൾ എല്ലാം എനിക്ക് ക്ലബ് ഉണ്ട്, ലിറ്റിൽ പീപ്പിൾ സ്പോർട്സ് ക്ലബ്ബ്. ചെറിയ ആളൊന്നുമല്ല, കയ്യിലിരിക്കുന്ന AK-47 പോലത്തെ ആളത്. അദ്ദേഹം പേര് അനീഷിന്റെ വീട് ആലപ്പുഴ. അനീഷും എത്ര വയസ്സുണ്ടായിരുന്നപ്പോഴാണ് ആ പടത്തിൽ അഭിനയിച്ചത് അത്ഭുത ദ്വീപ്? ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് പടത്തിൽ അഭിനയിച്ചത്. പക്ഷേ ഞാൻ അത്രയ്ക്ക് സന്തോഷവാനായിരുന്നില്ല. അതെന്ത് പറ്റി? കാരണം ഞങ്ങൾ ഒരു 7-8 പേരെ ഞങ്ങളെ അങ്ങോട്ട് മാറ്റി നിർത്തി. കാരണം ഇവിടെ നിൽക്കുമ്പോൾ ആൾക്കാരുടെ മുമ്പിൽ ഞങ്ങൾ പൊക്കം കുറവാണ്. പക്ഷെ ഞങ്ങൾ അവിടെ ചെന്നപ്പം ഞങ്ങൾ പൊക്കം ഉള്ളവരായിരുന്നു. കാരണം ഞങ്ങളെ അങ്ങോട്ട് മാറ്റി ഒരു 8 പേര്, ഞങ്ങൾ 8 പേരെ മാറ്റി നിർത്തിയിട്ട് ഞങ്ങളോട് ഭാഗം പൊയ്ക്കോളാൻ പറഞ്ഞു. കാരണം പൊക്കം കുറഞ്ഞവരുടെ മതിയെന്ന്, ഞങ്ങൾ പൊക്കം ഉള്ളവരാണെന്ന്. അപ്പം വിനയ സാറാണ് പറഞ്ഞത് വേണ്ട അവരവിടെ നിൽക്കട്ടെ. അങ്ങനെ 8 ദിവസം കഴിഞ്ഞാണ്
ഞങ്ങൾക്ക് വേഷം കിട്ടിയതും ഈ സിനിമയുടെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതും 8 ദിവസം ഞങ്ങൾ ഫ്രീ ആയിട്ട് അവിടെ നിൽക്കുമായിരുന്നു ഭക്ഷണം കഴിച്ച്. അല്ല ഫ്രീ ആയിട്ടെന്നുള്ളതല്ല, ഭയങ്കര സന്തോഷമായിരുന്നു. അത് സന്തോഷമായിരുന്നു. കാരണം എന്താ അറിയോ, ആദ്യമായിട്ടാ പൊക്കക്കൂടലാന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും കാരണം പക്രുചേട്ടനെയും അതേപോലെ തന്നെ സാജൻ സാഗര നമ്മള് മറക്കാൻ ഒരിക്കലും കഴിയാത്തൊരു വ്യക്തിയാണ് സാജൻ സാഗര. അദ്ദേഹത്തെ നമ്മൾ നേരിട്ട് കണ്ടു. അത് കഴിഞ്ഞാണ് ഞങ്ങൾക്ക് ഇതിനൊരു വേഷം കിട്ടിയതും പടയാളികളെ വേഷം കിട്ടിയതും ഞങ്ങൾക്ക് ഈ സിനിമയുടെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞത്. അത് മാത്രല്ല, ഒരു കാലത്ത് ഈ ഉയരം കുറഞ്ഞ ആൾക്കാരെ കല്യാണം കഴിക്കാൻ പെണ്ണുങ്ങൾക്ക് പേടിയായിരുന്നു, പ്രശ്നമായിരുന്നു മൊത്തത്തിൽ. ഒക്കെ കുറവെന്ന് പറഞ്ഞാൽ പിന്മാറുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷെ ഈ സിനിമ റിലീസ് ചെയ്ത് ഈ സിനിമ കുറെ അങ്ങോട്ട് പോകെ എനിക്ക് തോന്നുന്നത് ആ സിനിമയിൽ അഭിനയിച്ച മിക്കവരും കല്യാണം കഴിച്ചു എന്നുള്ളതാണ് ഏറ്റവും. അതും പലരും ഉയരമുള്ള പെൺകുട്ടികളെ കെട്ടിയിട്ടുണ്ട്, അല്ലാതെയുള്ളവരൊക്കെ നല്ല ജീവിതം. ചെറിയ പെൺകുട്ടികളെ തെരഞ്ഞിട്ടാണേലും ഒരുപാട് കല്യാണങ്ങൾ നടന്നിട്ടുണ്ട്. ഇതെല്ലാം പലരും എന്നെ വിളിച്ചിട്ടുമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അത് മാത്രമല്ല, ആ സിനിമ കഴിഞ്ഞതിന് ശേഷം ഇവരെ നിർത്തിക്കൊണ്ട് തന്നെ പറയാം, നമ്മുടെ കൂട്ടുകാരെ നിർത്തിക്കൊണ്ട് തന്നെ പറയാം, പലർക്കും അപാരമായ ഒരു കോൺഫിഡൻസ്. നമ്മളിലും കലാകാരന്മാരുണ്ട്, നമ്മളിലും ആർട്ടിസ്റ്റുകളുണ്ട്, നമ്മളിലും ഹീറോയിസും ഉണ്ട് എന്നൊക്കെ ഉള്ള ആ ഒരു സോഷ്യൽ, അതായത് സമൂഹത്തിലേക്ക് കൊടുക്കുന്ന ആ ഒരു മെസ്സേജ് ആയിട്ട് തന്നെ എല്ലാവരും അതിന്റെ ഉദാഹരണങ്ങളാണ് ഇവിടെ നിൽക്കുന്ന ഈ സ്റ്റാർസ് എല്ലാം. മറ്റേ ബൈജു ആണെങ്കിലും നിഖിലാണെങ്കിലും അനീഷ് ആണെങ്കിലും മറ്റെല്ലാവരും. നിങ്ങളെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തിക്കോ. എല്ലാവരുടെ പേരും കൂടെ അറിഞ്ഞാൽ കൊള്ളാം. എന്റെ പേര് സാബിത്ത്, കോഴിക്കോടാണ്, കൺസ്ട്രക്ഷൻ ഫീൽഡ് വർക്ക് ചെയ്യുന്നത്. എന്റെ പേര് രാഹുൽ. രാഹുൽ എന്താ ചെയ്യുന്നത്? ഞാൻ മർഫിന്റെ ഷോറൂമിലായി വർക്ക് ചെയ്യുന്നത്. അത് ശരി. അവിടെ നിന്നപ്പോ ഒരു ചെറിയ സിനിമയിൽ വേഷം കിട്ടി. പഞ്ചവത്സര പദ്ധതി സിനിമയുടെ പേര്. പേര് മുഹമ്മദ് ഷഫീഖ്. ഞാന് മലപ്പുറത്ത് നിന്ന് വരുന്നേ. ഞാന് ഒരു നാഷണൽ പാരാ സ്വിമ്മർ ആണ്, മെഡലിസ്റ്റ് ആണ്. കണ്ണാടിയൊക്കെ ഒന്ന് മാറ്റാം, എന്നാലേ നമുക്ക് ആളെ കാണുള്ളൂ. നാട്ടുകാരെ എവിടെയോ ഒരു ജയൻ കിടപ്പില്ലേ? ജയനുണ്ട്, എന്തൊക്കെയുണ്ട്. എന്താ ചെയ്യണേ? ഞാന് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യണ്, ഫിഷിന്റെ ഐലൈനിൽ വർക്ക് ചെയ്തിന്. പിന്നെ സ്റ്റേറ്റ് ലെവലില് 28 മെഡല് സ്വന്തമാക്കിയേക്കണ് ഒരു 5 വർഷം കൊണ്ട്. പക്ഷെ സർക്കാർ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണില്ല. മെയിൻ ആയിട്ടുള്ള പ്രോബ്ലം അതാണ്, സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പൊ ഇതൊക്കെ കേട്ടിട്ട് അവര് ചെയ്യട്ടെ. എന്താ പറയണ്ടേ നമ്മള്? നമുക്കൊരു ഗവൺമെന്റ് ജോലിയാണ് ഉദ്ദേശിക്കുന്നത്, ആർക്കും കിട്ടിയിട്ടില്ല. എല്ലാവരും ഇന്റർനാഷണൽ മെഡലും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണ്. അപ്പൊ അതൊന്ന് സാറ് ബോധ്യപ്പെടുത്തിയ നന്നായിരുന്നു. തീർച്ചയായിട്ടും നമ്മുടെ ഗവൺമെന്റ് ഈ ഒരു വിഭാഗം ഇത് കൈകാര്യം ചെയ്യുന്നവരോട് ഒരു ചെറിയൊരു അഭ്യർത്ഥനയാണ്. ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഈ പറഞ്ഞ പോലെ തന്നെ അവരെയും കാര്യമായിട്ട് പരിഗണിക്കണം എന്നുള്ളത് ഇവരുടെ മുന്നിൽ വെച്ച് ഇവർക്ക് വേണ്ടി ഒരു വിനീതമായ ഞങ്ങളുടെ എല്ലാവരുടെയും കോമഡി മാസ്റ്റേഴ്സ് ടീമിന്റെ ഒരു അഭ്യർത്ഥനയാണ്. ന്യായമായ പറഞ്ഞു. പേരെന്താ? പേര് രഞ്ജിനി. രഞ്ജിനി. അയ്യോ, ചെറിയ നാണോ. കണ്ണാടി ഒന്ന് മാറ്റി ആളെന്ന് കാണട്ടെ. സുന്ദരിയാണല്ലോ. ഓക്കെ. പേര്? ചേട്ടായാണ്, എന്റെ ഹസ്ബൻഡ്. അപ്പൊ ഞാൻ അനീഷേ, സുന്ദരിയാണെന്ന് പറഞ്ഞതിൽ പ്രശ്നമൊന്നുമില്ലല്ലോ. അതും പക്രുചേട്ടന്റെ വായി കേൾക്കുമ്പോൾ അവൾ ഒന്നുകൂടെ കേൾക്കാനൊരു രസമുണ്ട്. ഒരു മോനുണ്ട്, 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു, ആലപ്പുഴ നൂറിനാട്. വർക്ക് ചെയ്യുന്ന? ഞാൻ ഹൗസ് വൈഫാണ്. അനീഷ് എന്താ ചെയ്യുന്നത്? ചേട്ടാ ഇപ്പൊ ഓട്ടോ ഓടിക്കുക. ഓട്ടോ ഓടിക്കുന്നു. അപ്പൊ ഓട്ടോ ഒക്കെ ഓടിച്ച് സാധാരണക്കാർ, അതായത് വലിയ ആൾക്കാർ ചെയ്യുന്ന ജോലികളൊക്കെ ചെയ്ത് തന്നെ നമ്മൾ കുടുംബം പുലർത്തുവാണ് അല്ലേ? നേരത്തെ മിഷൻ വഴി തെങ്ങേറ്റമായിരുന്നു, റേഷൻ പണിയായിരുന്നു. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ എങ്ങനെയാ പരിചയപ്പെട്ടത്? ലവ് മാരേജ് ആണോ? അല്ല, ലവ് മാരേജ് അല്ല. ലവ് മാരേജ് അല്ല, കുടുംബക്കാര് ആലോചിച്ചതാണ്. സ്ഥലം എവിടെയാ ചേച്ചിയുടെ? സ്ഥലം എവിടെയാ? ആലപ്പുഴ ജില്ല. ഞങ്ങള് അങ്ങേ അറ്റത്തും ചേട്ടായി ഇങ്ങേ തീർച്ചയായിട്ടും. കാരണം അറിയാലോ, പണ്ടത്തെ പറയുന്ന പോലെ ഞങ്ങൾക്കറിയില്ല, നിങ്ങൾ കേക്കട്ടെ. നെല്ല് പത്തായത്തിൽ കിടന്നാലും വരുമല്ലോ. അല്ല, പിന്നെ എലി തെങ്ങിന്റെ മേളിലാണല്ലോ. ഇല്ല, അതിന് കല്യാണത്തിന് ശേഷമാണ് എലി തെങ്ങ കയറിയത്. അപ്പൊ ഓക്കെ, നമുക്ക് ചേട്ടായിയുടെ കാര്യം. എന്റെ പേര് ഷംസുദ്ദീൻ. ഞാൻ കാസർഗോഡ് ജില്ലയിലാണ്. കാസർഗോഡ് ജില്ലയിലെ മല്ലം സ്വദേശിയാണ്. എന്താ ചെയ്യുന്നത്? പഞ്ചായത്തിൽ ജോലി ചെയ്യുന്നു. സർക്കാർ ഉദ്യോഗസ്ഥനാണ്. അപ്പോ ആ പറഞ്ഞതിനകത്ത് ചെറിയൊരു വ്യത്യാസം വരുത്തണം.
ചെറിയ ആൾക്കാരിലും നല്ല ജോലി ചെയ്യുന്ന ഗവൺമെന്റ് ഉദ്യോഗസ്ഥരും ഉണ്ട്. ഒരുപാട് പേരുണ്ട്. അപ്പൊ ഇനിയും കുറച്ച് പേരെ കൂടി പരിഗണിക്കണം എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അല്ലേ? പിന്നെ പക്വച്ചേട്ടൻ കേട്ടിട്ടില്ല ലിറ്റിൽ പീപ്പിൾ സ്പോർട്സ് ക്ലബ്ബ്? പിന്നെ അതായത് പൊക്കം കുറഞ്ഞവർക്ക് വേണ്ടി രൂപീകൃതമായിട്ടുള്ള ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ക്ലബ്ബാണ് ലിറ്റിൽ പീപ്പിൾ സ്പോർട്സ് ക്ലബ്ബ്. ഞാൻ വന്നിരുന്നല്ലോ കോട്ടയത്ത്. റാഷി സാർ, തലശ്ശേരി സ്വദേശി റാഷി ഇതിന്റെ ഫൗണ്ടറാണ്. അപ്പം ഫുട്ബോൾ ടീമൊക്കെ ഉണ്ട്, ക്രിക്കറ്റ് ടീമുണ്ട്, ക്രിക്കറ്റ് ടീമുണ്ട്, എല്ലാം ഗെയിംസും കളിക്കുന്നവരുണ്ട്. അതായത് നമ്മളിപ്പോ ഞാനൊക്കെ പ്രോഗ്രാമിന് ആദ്യകാലത്തൊക്കെ വിദേശ പരിപാടികളിലൊക്കെ പോകുമ്പോൾ അവിടെയായിരുന്നു ഈ ലിറ്റിൽ പീപ്പിളും അതുപോലെ തന്നെ ഈ ഇങ്ങനെയുള്ള ആൾക്കാരുടെ ഒരു വലിയൊരു കമ്മ്യൂണിറ്റിയും സ്പോർട്സും മറ്റു കാര്യങ്ങളെല്ലാം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അന്നൊക്കെ നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ ഇതുപോലൊക്കെ വരണം. കുറേ ആൾക്കാരുണ്ട്, എല്ലാവരും വീട്ടിനകത്ത് അടച്ചൊക്കെ ഇരിക്കുക, ആരും പുറത്തേക്ക് പോലും വരാൻ. അത് തീർച്ചയായും ആ ഒരു അവസ്ഥയിൽ നിന്നിപ്പോൾ സമസ്ത മേഖലയിലും നിങ്ങൾ പൊളിച്ചടുക്കിക്കൊണ്ടിരിക്കുക. അടിപൊളിയാണ്. അവരുമായിട്ട് ഫാമിലിയെ പറ്റി പറഞ്ഞേ. കല്യാണം കഴിച്ചു, 2 കുട്ടികളുണ്ട്. പരിചയപ്പെടണം. എന്റെ പേര് നീലിമ. ഞാൻ നമ്മുടെ എറണാകുളം ജില്ലയിൽ തന്നെ കിഴക്കമ്പലത്തു നിന്നാണ്. ഇവര് പറഞ്ഞ പോലെ ഞങ്ങൾ എല്ലാവരും കൂടെ കൂടിയിട്ട് ലിറ്റിൽ പീപ്പിൾ ട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരു ട്രസ്റ്റ് ഉണ്ട് ഇവിടെ. ഞങ്ങൾ ഒരു 150 പേരോളം പൊക്കം കുറഞ്ഞവര്, ഒരു 130 സെന്റിമീറ്റർ താഴോട്ട് ഹൈറ്റ് ഉള്ള ആൾക്കാരെ കൊണ്ട് നമ്മളൊരു ലിറ്റിൽ പീപ്പിൾ ട്രസ്റ്റ് ആണ്. അതിന്റെ സെക്രട്ടറിയാണ് ഞാൻ. പിന്നെ ഞാനും പാരാ സ്വിമ്മിങ്ങില് സ്റ്റേറ്റിന്റെ 3 ഗോൾഡ് മെഡലിസ്റ്റ് ആണ്. ഞാനൊക്കെ ഇപ്പോഴും നീന്തുന്ന ഇവിടെ ആയിരിക്കും. അതെ, നീന്തി അങ്ങനെ പോയും ചെയ്യണം. ഓക്കെ. അതുപോലെ ഞാൻ വെള്ളത്തില് മണിക്കൂറുകൾ എത്ര നേരം വേണേലും ഫ്ലോട്ട് ചെയ്യും. അത് അയ്യോ, ഞാൻ അപ്പുറത്തോട്ട് അടിക്കാൻ വേണ്ടിയിരുന്നാണ്. തങ്കച്ചേട്ടനെ പോലെ അല്ലല്ലോ, ഞാൻ ഇച്ചിരി ഹെവിയാണ്. സത്യം പറഞ്ഞാല് നിങ്ങളുടെ എല്ലാവരുടെയും കഥകളും നിങ്ങളുടെ എല്ലാവരുടെ അച്ചീവ്മെന്റ്സ് കേട്ടിട്ട് ഞങ്ങളാണ് ശരിക്കും ലിറ്റിൽ പീപ്പിൾ ആയിരിക്കുന്നത്. കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞിട്ടുണ്ട്, പൊക്കമില്ലായ്മയാണ് എന്റെ പൊക്കം. വെരി ട്രൂ, വെരി ട്രൂ. അപ്പൊ എന്തായാലും നിങ്ങളെ കാണാൻ സാധിച്ചാൽ ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളുടെ ഈ അച്ചീവ്മെന്റ്സ് ഇനി മുന്നോട്ട് ഒരുപാട് ഉണ്ടാവട്ടെ. പക്രു ചേട്ടാ, ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ, ഇവര് വേണം ഇന്ന് നമ്മുടെ നാട്ടുകൂട്ടമായിട്ട്. അതിലിനി വേറെ ഒരു ഇതുമില്ല. നമ്മളെല്ലായിടത്തും ഇവിടെ ഉണ്ടാവും. എന്റെ തമാശ കേട്ടിട്ട് ചിരിക്കാത്തവർ ആരൊക്കെ ഉണ്ട് അവരൊക്കെ വെടിവെച്ചേ. എന്നാ ചിരിക്കാനും വെടിവെക്കാനും നിങ്ങൾ റെഡിയാണോ? എങ്കിൽ നമുക്ക് എന്താ പരിപാടി ഓണാക്കാം. ഓക്കെ, അപ്പൊ പക്രു ചേട്ടാ വെൽക്കം ബാക്ക്. താങ്ക് യു.